മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാൻ ഇറാൻ ചൈനീസ് നിർമ്മിത ഉപഗ്രഹത്തെ രഹസ്യമായി ഉപയോഗിച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. TEE-01B എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹം ചൈനീസ് കമ്പനിയായ എർത്തൈ വികസിപ്പിച്ചതാണ്. ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം മാത്രം ഉടമസ്ഥാവകാശം കൈമാറുന്ന ഇൻ ഓർബിറ്റ് ഡെലിവറി എന്ന മാതൃകയിലൂടെയാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇത് സ്വന്തമാക്കിയത്. ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലുമായി വ്യാപിച്ചുകിടക്കുന്ന വാണിജ്യ ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ ശൃംഖല ഉപയോഗിക്കാൻ ഈ കരാറിലൂടെ ഇറാന് സാധിച്ചു. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിന്റെ ചിത്രങ്ങൾ ഈ ഉപഗ്രഹം പകർത്തിയതായും റിപ്പോർട്ടിലുണ്ട്. ഇതിന് തൊട്ടുപിന്നാലെ അവിടെയുള്ള അമേരിക്കൻ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. ജോർദാൻ, ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളും ഗൾഫിലെ പ്രധാന സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ഈ ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ ചൈനീസ് കമ്പനികൾക്ക് ഇത്തരം ഇടപാടുകൾ നടത്താൻ കഴിയില്ലെന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ചൈന നേരിട്ട് ഇടപെടാതെ തന്നെ ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതിന്റെ തെളിവായി ഇതിനെ കാണാം. ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ചൈനീസ് സാങ്കേതികവിദ്യയുടെ ഈ ഉപയോഗം മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. റഷ്യൻ ഉപഗ്രഹങ്ങളിൽ നിന്നും ഇറാൻ വിവരങ്ങൾ ശേഖരിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇറാന് സൈനിക പിന്തുണ നൽകുന്നുണ്ടെന്ന ആരോപണങ്ങൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അതേസമയം ഇറാന്റെ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ചൈന ദീർഘകാലമായി നൽകുന്നുണ്ടെന്നാണ് അമേരിക്കൻ നിലപാട്.